എനിക്കറിയാം. എസ്പെഷ്യലി ടീം ബിഗ് ബി, അവർ ഗ്രേറ്റ് ഡയമണ്ട്, റഹ്മാൻ, ഫിറോസ്ക തുടങ്ങിയ ഒരുപാട് മെമ്പേഴ്സ് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രമോഷനാണ്. അതുമാത്രമല്ല, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ പെട്ടെന്ന് തകർക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ 90,000 മെമ്പേഴ്സ് ഉണ്ടായിരുന്നിട്ട് പോലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഇന്നലെ വരെ ഒരു എക്സ്പീരിയൻസും അവകാശപ്പെടാനില്ലാത്ത ഒരു 21 വയസ്സുകാരൻ പയ്യൻ ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ തകർക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള റെക്കോർഡുമായിട്ടാണ് സ്മാർട്ട് വേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 4.5 മാസം കൊണ്ട് ഡയമണ്ട് അച്ചീവ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സ്മാർട്ട് വേ ഡിസ്ട്രിബ്യൂട്ടർ മുബഷീർ. അങ്ങനെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരുപാട് നേട്ടങ്ങൾ സ്മാർട്ട് വേയുടേതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ AC ഹോൾ എന്ന് പറയാമെങ്കിലും അതിനേക്കാൾ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. എനിക്കറിയാം. മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയേക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. 2015 ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ എന്റെ പ്രിയ സുഹൃത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്രൊജക്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനെത്രത്തോളം ആയുസ്സുണ്ട്, ഇതിനെത്രത്തോളം സാധ്യതയുണ്ട് എന്ന് ചോദിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. പോസിറ്റീവിനേക്കാൾ ഉപരി ഇതിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഇതിന്റെ പ്രോബ്ലത്തെ പറ്റിയും മാത്രം ഡിസ്കസ് ചെയ്ത ഒരു സമയം സ്മാർട്ട് വേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, 2015 ഓഗസ്റ്റിൽ ജനിച്ച കുട്ടി, ഏകദേശം 18 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഏത് സ്മാർട്ട് വേ എന്ന് പറയുന്ന കമ്പനി. പക്ഷേ ജനിച്ച നാൾ മുതലേ നമ്മൾ പബ്ലിക്കിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ, ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ, ഞാൻ പോലും കാലിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഒരാളുടെ മൊബൈലിലും അപ്ലിക്കേഷൻ ആയിട്ട് ഏതില്ല, സ്മാർട്ട് ഷോപ്പിംഗ് ഇല്ല. ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. അന്ന് നമ്മൾ പറയാറുണ്ട് അപ്ലിക്കേഷൻ വരും. പക്ഷെ പലരും നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണ് അതിനെ കണ്ടതെങ്കിൽ 2016 ഡിസംബർ 30 നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തി സംശയം പറയുകയാണെങ്കിൽ അവരുടെ മൊബൈലിൽ, നമ്മുടെ മൊബൈലിലല്ല, അവരുടെ മൊബൈലിൽ, അത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഇനി ഐഫോൺ ആയിക്കോട്ടെ, ആപ്പിൾ സ്റ്റോർ വഴിയോ പ്ലേ സ്റ്റോർ വഴിയോ ഇന്ന് സ്മാർട്ട് ഷോപ്പി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. 2017 ഫെബ്രുവരി മാസം 14 നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വലിയ സെയിൽ ആയിട്ടൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഒഫീഷ്യൽ ലോഞ്ച് വെച്ചിരിക്കുന്നതാണ് 2017 ഓഗസ്റ്റ് മാസം 15 ഡാം ഷുവർ ഗ്യാരണ്ടി മിനിമം 1000 ബ്രാൻഡഡ് പ്രൊഡക്റ്റുമായി സ്മാർട്ട് ഷോപ്പിയുടെ ഒഫീഷ്യൽ ലോഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതൊരു ഡിഫറൻറ്റ്. ശരിക്കും ഞാനൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്റെയൊക്കെ എഫേർട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 100% ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. സ്മാർട്ട് വേയുടെ ശരിക്കും ആണെങ്കിൽ ഗോൾഡൻ ഡേയ്സ് ശരിക്കും നമുക്ക് എണ്ണി തുടങ്ങാൻ പറ്റുന്നത് അന്നു മുതലാണ്. ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഫൈസലൊക്കെ പറഞ്ഞ പോലെ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ലീഗാലിറ്റിയെ പറ്റി ചോദിച്ച ആൾക്കാരുണ്ട്, പൊളിറ്റിക്കൽ സപ്പോർട്ടിനെ പറ്റി ചോദിച്ച ആൾക്കാരുണ്ട്. ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് അനുകൂലമായ നിയമം 11/11/2015 വന്നു കഴിഞ്ഞു. സെൻട്രൽ ഗവൺമെന്റിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് അനുകൂലമായ ഗൈഡ് ലൈൻ 9/9/2016 വന്നു കഴിഞ്ഞു. മിക്കവാറും ഏപ്രിലിന് മുമ്പ് 2000-ലധികം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച കമ്പനികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, 2000-ലധികം കമ്പനികളിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ടോപ്പ് 10 കമ്പനിയിൽ ഒന്നായി സ്മാർട്ട് വേ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്ത് കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ഇന്ന് പൊളിറ്റിക്കൽ സപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ CITU, AITUC, INTUC, BMS, STU തുടങ്ങിയ എല്ലാ തൊഴിലാളി സംഘടനയും സപ്പോർട്ട് ആർക്കുണ്ട്? നമുക്കുണ്ട്. ഇന്ന് ഈ എല്ലാ 5 സംഘടനയിലും ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെയും ആൻസർ എന്ത് തന്നെയാണ്? സ്മാർട്ട് വേ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി മാത്രമാണ്. ഇതൊക്കെ ഞാൻ ആദ്യമേ തന്നെ പറയാൻ കാര്യം, കേവലം ഒരു ഫാസിനേഷന്റെ പുറത്തോ ഒരു മോട്ടിവേഷന്റെ പുറത്തോ സ്റ്റാർട്ട് ചെയ്യേണ്ട ബിസിനസ് അല്ല സ്മാർട്ട് വേ. 100% ഒരു ലോങ് റൺ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിലെ കാര്യമായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മൂവ് ചെയ്യാവുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഒരു ഓൺലൈൻ ട്രെൻഡിനെ പറ്റി ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് ഒരു ഇന്റർനെറ്റ് വേൾഡ് ആണ്. 2000-ന് ശേഷം ലോകം കണ്ടിട്ടുള്ള രണ്ട് റെവല്യൂഷനേ ഉള്ളൂ. ഒന്നിന്റെ പേര് ഇന്റർനെറ്റ് റെവല്യൂഷൻ, രണ്ട് മൊബൈൽ റെവല്യൂഷൻ. 2000-ൽ മൊബൈൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. 2010 കൂടി മൊബൈൽ ഇന്റർനെറ്റ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം 2000-ങ്ങളിൽ മൊബൈൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതിന്റെ ആകെ പർപ്പസ് എന്തായിരുന്നു? കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ഇന്ന് നമുക്കറിയാം ഭൂരിഭാഗം പേരും മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ആണ്. 100%. കാരണം എല്ലാം ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ ബിൽ ഗേറ്റ്സ് പറഞ്ഞത്, ഇഫ് യുവർ ബിസിനസ് ഈസ് നോട്ട് ഓൺ ദ ഇന്റർനെറ്റ് then your business will be out of business. നിങ്ങളുടെ ബിസിനസിന് ഇന്റർനെറ്റുമായി ബന്ധമില്ല എങ്കിൽ ആ ബിസിനസ് എന്താണ്? ഔട്ട് ഓഫ് ബിസിനസ് ആണ്, അത് ബിസിനസ് അല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. നെസ്കോമിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. നെസ്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വെച്ച് 2016-ൽ 45 കോടി ഇന്റർനെറ്റ് യൂസേഴ്സ് എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. 2020-ഓടുകൂടി 80 കോടി ഇന്റർനെറ്റ് യൂസേഴ്സ് എവിടെ ആവാൻ പോവാണ്? നമ്മുടെ നാട്ടിലാവാൻ പോവാണ്. ഏറ്റവും കൂടുതൽ ഇനി ഗ്രോത്ത് ഇത്തരം ബിസിനസ്സിൽ വരാൻ പോകുന്ന കൺട്രി ഏതാണ്? ഇന്ത്യ, നമ്മളാണ്. ഒന്നും വേണ്ട സുഹൃത്തെ, ആലോചിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങളൊന്നൊരു യാത്ര പോകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാത്ത റൂട്ടാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാത്ത ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വഴി ചോദിക്കൂ, ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യൂ. വഴി ചോദിക്കുമ്പോൾ ഡൗട്ട് വരും. കാരണം ഒരാൾ കറക്റ്റ് വഴി പറഞ്ഞാലും നമുക്ക് എന്ത് തോന്നും? അടുത്തൊരാളോട് ചോദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഇവൻ പറഞ്ഞത് ശരിയല്ലേ ആണോ, ഡൗട്ട് ഉണ്ട്. ഗൂഗിൾ ആകുമ്പോ എന്തില്ല? ഗൂഗിൾ ആകുമ്പോ എന്തില്ല?